എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലാണ്. രാജസ്ഥാനിലെ കിഷൻഗഡിനടുത്താണ്. അപ്പം ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടോ നല്ല വെയിൽ, നല്ല ചൂടും നല്ല പൊടിയും. അതെ. അപ്പോൾ നമ്മളിവിടെ ഒരു ഹോട്ടലിൻ്റെ പാർക്കിംഗ് ആയിരുന്നു. ഇവിടെ ഇട്ട് ഇന്നലെ കിടന്ന് ഉറങ്ങി, രാവിലെ ആയിട്ട് ഫ്രഷായി, പിന്നെ പോയേക്കാം. വണ്ടിയെല്ലാം ചെളിയായി. മഹാരാഷ്ട്രയിലൊക്കെ ഭയങ്കര ചാറ്റമഴയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെളി അടിച്ച് മൊത്തം വണ്ടിയുടെ ഷേപ്പേ മാറിപ്പോയി. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്നിട്ട് എവിടെയെങ്കിലും ഒന്ന് സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ നമ്മുടെ ലോഡ് ഒരു സൈഡ്, ഈ സൈഡിലെ സാധനം അപ്പുറത്തേക്ക് ഇരിക്കുക, അതെ, അട്ടി തള്ളിയിരിക്കുക. അതിനാ ഇടത് സൈഡിലോട്ടല്ലേ റോഡിൻ്റെ ഒരു ചെരിവുള്ളത്. അതുകൊണ്ട് ബണ്ടിൽ അവിടുന്ന് ഇച്ചിരി ലെഫ്റ്റിലേക്കായിരുന്നു ഇത് ഇരുന്നത്. ലോഡ് കയറ്റിയപ്പോഴേ അന്നേരം ഞാൻ ഓർത്തേ ഉള്ളൂ. അപ്പോൾ ആ സൈഡിലേക്ക് ഇച്ചിരി തള്ളിപ്പോയി. പിന്നെ ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ട് ഞാൻ നിർത്തിയേക്കാം. വെയിൽ കണ്ടപ്പോഴേ മെയിൻ ഡ്രൈവർ ഗ്ലാസ് എടുത്ത് വെച്ചു. അതാ വീട്ടിൽ നിന്ന് അമ്മ പ്രത്യേകം പറഞ്ഞു, വെയിലത്ത് കണ്ണാടി വെക്കാതെ ഓടിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടല്ല രാവിലെ എന്നോടേ, ഞാൻ എണീറ്റപ്പോഴും എന്നോട് അതാ ചോദിക്കണേ, ഇവിടെ തന്റെ കൂളിംഗ് ഗ്ലാസ് വല്ലതും ഇരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു എന്റെ കൂളിംഗ് ഗ്ലാസ് ഒന്നും ഇല്ല, നമുക്ക് ഓൾറെഡി കണ്ണേ വെക്കാനൊരു ഗ്ലാസ് ഉണ്ട്. അല്ല, ഞാൻ അന്നേരം ചുമ്മാ ഇവിടെ ഇങ്ങനെ കൈ ഇട്ടപ്പം നമ്മുടെ മെയിൻ ഡ്രൈവറുടെ ആണെന്ന് തോന്നുന്നു ഒരു ഗ്ലാസ് ഇരിപ്പുണ്ടായിരുന്നു. എത്ര ഇലക്ട്രിക് വണ്ടി കിടക്കുന്നതെന്ന് നോക്കിയേ. ഇത് ചാർജിങ് സ്റ്റേഷൻ ടാറ്റയുടെയാണ്. വണ്ടിയെല്ലാം ചാർജ് ചെയ്യാൻ വന്നു, പക്ഷേ ഇപ്പോൾ കറണ്ട് പോയി. അതുകൊണ്ട് നിൽക്കുക അവർ 1 മണിക്കൂർ മതി എന്ന് പറഞ്ഞു ഫുൾ ചാർജ് ആവാൻ. ഇത് ഒരേ കമ്പനിയുടെ വണ്ടിയാണെന്ന് പറഞ്ഞാൽ ഈ ഓട്ടം തന്നെ ഓടുന്ന ഇന്നലെ കണ്ട സിമെൻറ്റ് കമ്പനിക്കാരുടെ വണ്ടിയായിരുന്നു നമ്മൾ കണ്ടത്. ഇതും അതുപോലെ തന്നെ ഒരു കമ്പനിയുടെ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഈ ഗ്രീൻ ലൈൻ എന്നാണ് കമ്പനിയുടെ പേര് പറഞ്ഞത്. ഇതവരുടെ ലോഗോയാണ്, പക്ഷേ ഏത് കമ്പനിയാണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ഇന്നലത്തെ അല്ല ഇത്, അല്ല വേറെ. അതെ, ഇന്നലത്തെ കമ്പനിയല്ല, പക്ഷേ ഇത് അവരുടെ സ്വന്തം വണ്ടിയാണെന്നാണ് പറഞ്ഞത്. കമ്പനിക്കാരുടെ തന്നെ വണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഡ്രൈവർമാർക്ക് കറക്റ്റ് അതിനെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ല, അതുകൊണ്ട് അറിയത്തില്ല. എന്നാണേലും ഇത് നമ്മളെ എന്നാ പറയുന്നത്, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. അതെ, കേരളത്തിലും വരികയാണെങ്കിൽ നല്ലതായിരുന്നു. ശേഷം ഇതുപോലെ സൗകര്യത്തിന് വണ്ടിക്കാർക്ക് വലിയ വണ്ടി ചാർജ് ചെയ്യാനുള്ള ഇത് ഹൈവേയിലെല്ലാം വന്നാൽ മതി. പിന്നെ ഇതിൻ്റെ ഒരു നമ്മൾ ഈ ലോങ് പോകുന്നതിൻ്റെ ഒരു ചെറിയ പ്രശ്നം, ഇപ്പം ഇവരും പറഞ്ഞേ ലോഡിൽ 140 കിലോമീറ്റർ ഓടും. ലോഡ് ഒരു സൈഡ് ലോഡ്, ഒരു സൈഡ് കാലിയാണ്. 240 കിലോമീറ്റർ റേഞ്ച് ഉണ്ട്. പിന്നെ ഇതുപോലെ പവറുള്ള ചാർജിങ് പോയിന്റ് ആണെങ്കിൽ 1 മണിക്കൂർ മതി ഫുൾ ചാർജ് ചെയ്യാൻ. അപ്പം അങ്ങനെയുള്ളൊരു ചെറിയൊരു പ്രശ്നം ഉണ്ടെന്നുള്ളൂ. പക്ഷേ അത് കാലക്രമേണ ഇച്ചിരൂടെ അപ്ഡേറ്റ് ആവും. വണ്ടി ഓടുമ്പോൾ അതിനനുസരിച്ച് ബാറ്ററി ചാർജ് ചെയ്യാവുന്ന പോലെ ഒക്കെ ആയി വരും. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ചാനയുടെ റേഞ്ച് കൂടും. പിന്നെ ഡ്രൈവർമാർക്ക് നല്ല സുഖം. എന്ന് വെച്ചാൽ AC ക്യാബിന് ഓട്ടോമാറ്റിക് ഗിയറും ക്ലച്ചൊന്നും ഇല്ലല്ലോ. ഓടിക്കാൻ ഭയങ്കര സുഖം. കാർ ഓടിക്കുന്ന പോലെ ഓടിക്കാം. സൗണ്ട് ഇല്ല കണ്ടോ? ഒട്ടും സൗണ്ട് ഇല്ല. ഇതെന്നാന്നറിയാം സൗണ്ട്? ഇത് ബാറ്ററി കുറേ ഇരിക്കുന്നത്. ആ ബാറ്ററി ഓൺ ആകുമ്പോൾ അതിനകത്തൊരു ഫാൻ വർക്കാകുന്ന ആ സൗണ്ട് മാത്രമേ ഉള്ളൂ. കാലിയാന്ന് തോന്നുന്നുണ്ടോ? കാലിയുണ്ട്, എല്ലാം കാലിയുണ്ട്. ഇത് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിലാണ് നിൽക്കുന്ന വണ്ടി. അതാ ഫാനിൻ്റെ സൗണ്ടാണെന്ന് പറഞ്ഞത്. അത് കുറച്ച് കഴിയുമ്പോൾ കുറയും കണ്ടോ. നമ്മൾ AC ഇടുമ്പോൾ ACയുടെ ബ്ലോവർ ഓൺ ആകുകയല്ലേ എന്ന് പറഞ്ഞ പോലെ. അതെ. അപ്പം ഇനിയൊക്കെ വരുന്ന ഇലക്ട്രിക് യുഗത്തിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ച. അറിയത്തില്ല, സൗണ്ടില്ല. ഏതുണ്ട് നമ്മളിപ്പോൾ കണ്ട പോലെ ഒരു ഇലക്ട്രിക് വണ്ടി. അത് ലോഡാന്ന് തോന്നുന്നു. ലോഡാ പണ്ടേ ഒരു 2005-2006 ടൈമില് നമ്മള് ബോംബെ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന ടൈമിലേ ബാംഗ്ലൂർ ബോംബെ ഒക്കെ ഈ വോൾവോയുടെ ട്രെയിലർ ഓടുന്നുണ്ടായിരുന്നു. ശരിയാ. ബാംഗ്ലൂർ ബോംബെ എന്നല്ല, അത് വോൾവോയുടെ കുറെ ട്രെയിലർ ഏറ്റുമാൻ്റെ ഉണ്ടായിരുന്നല്ലോ. ഏറ്റുമാൻ്റെ ഉണ്ടായിരുന്നു. അല്ല, അത് മറ്റേ ഇതായിരുന്നു, മറ്റേ കണ്ടെയ്നർ അല്ലായിരുന്നു, അത് പ്ലാറ്റ്ഫോം വണ്ടിയായിരുന്നു. അപ്പൊ അന്നൊക്കെ ഈ വണ്ടി കാണുമ്പം എവിടെയെങ്കിലും നിന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കും, ഇനി എന്നാ ഇതുപോലെ ഒരു AC വണ്ടി ഓടിക്കാൻ പറ്റുന്നേ. അന്ന് പക്ഷെ നമ്മൾ ഓർത്തോണ്ടിരുന്നേ ലോറിയിലൊന്നും ഇതൊക്കെ AC ഒക്കെ എന്ന് വരാനാണ് ഓർത്തിരുന്നേ. പക്ഷേ വർഷങ്ങൾക്ക് ശേഷമാണേലും എത്തി. അതെ, ഒരു പ്രതീക്ഷ ഇല്ലാതിരിക്കുകയായിരുന്നു അന്നേരം. അതെ. അതിലൊരു കാര്യം പറയേണ്ടത് എന്താണെന്നറിയോ? 2025 മുതലാണ് ഇപ്പം ശരിക്കും ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ നിർബന്ധമാക്കിയ AC. ഇത് 2015-16 തൊട്ടൊക്കെ തന്നെ AC വേണമെന്നുള്ള ഇത് വരുന്നുണ്ട്. അന്നേരം കമ്പനിക്കാരെന്ത് ചെയ്തു? ബ്ലോവർ കൊണ്ടുവച്ചു. AC ഇല്ല, ബ്ലോവർ മാത്രം, കാറ്റ് മാത്രം വരും. 2025-ലാണല്ലോ നിർബന്ധമാക്കിയത്. ഇപ്പം 25 തൊട്ട് എല്ലാ വണ്ടി ഇങ്ങനെയുള്ള വണ്ടികളെല്ലാം AC നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പം അല്ല ബ്ലോവറായിരുന്നു. അപ്പം ഈ ലോറിക്കാരുടെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആരറിയാനാ? ആരാ ഇതേ പോകുന്നത്? എത്ര വണ്ടി ഉള്ളതിലും ആ ക്യാബിനകത്ത് എത്ര വണ്ടിയുള്ള ഒരാളാണെങ്കിലും ലോറിയെ ക്യാബിന് കയറിയിരുന്ന് യാത്ര ചെയ്യുന്നവർ വളരെ കുറവാണ്. ഡ്രൈവർമാരല്ല പോകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ വിഷമങ്ങൾ ആർക്കും അറിയത്തുമില്ല. ഏതൊക്കെയാലും ഇത് വന്നേ നല്ലതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഭാരത് ബെൻസ് കൂടുതൽ ഇറങ്ങി ഈ എല്ലാവരും വണ്ടി ഇങ്ങനെ AC വണ്ടികൾ ഇറങ്ങാൻ തുടങ്ങിയപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, AC വന്ന വണ്ടിയെന്ന് AC അഴിച്ചു വെച്ചിട്ട് വണ്ടി എടുത്ത ആൾക്കാരുണ്ട്. AC വേണ്ടാന്നും പറഞ്ഞ്.
ഇപ്പം നമ്മൾ 2012 ആദ്യമായിട്ട് ഭാരത് ബെൻസ് എടുക്കുന്നത്. ആ സമയത്ത് AC ഇല്ലാത്ത വണ്ടിയായിരുന്നു. ഭാരത് ബെൻസ് നമ്മളെടുത്ത് 2014 കേട്ടോ. ആ ശരിയാ, 14 12 ഇത് ഇറങ്ങിയത് ആദ്യമായിട്ട്. അതെ, അത് പറഞ്ഞ മാറിപ്പോയതാ. നമ്മളത് കഴിഞ്ഞ് ആദ്യം എടുത്ത 2 വണ്ടിക്ക് AC ഇല്ലായിരുന്നു. 14 15 എടുത്തത്. 15 അല്ല 14 15 എടുത്ത ഈ വണ്ടിയൊക്കെ ഇതിന് വന്നേരം AC ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മൾ AC കയറ്റുക ചെയ്തത്. ആദ്യം എടുത്ത 26 AC ഇല്ലാത്ത, അത് കഴിഞ്ഞ് നമ്മൾ AC ഉള്ള വണ്ടിയില്ല എടുത്തേ. അല്ലല്ല 10 വീല് ടോറസ് എടുത്തപ്പോ. ഓ ശരിയാ. ഒരു വണ്ടിക്ക് AC ഇല്ലാഞ്ഞേ ഉള്ളൂ, ബാക്കി എല്ലാ വണ്ടി AC ഉള്ള വണ്ടി. അത് കഴിഞ്ഞിട്ട് നമ്മളെ കാശ്മീർ പോയപ്പോ ഭയങ്കര തണുപ്പായിരുന്നു. AC ഉള്ള വണ്ടിയാണ്, ഹീറ്ററും ഉണ്ട്. ഹീറ്റർ ഉണ്ടായിരുന്നു. അതെ. അപ്പൊ അങ്ങനെ പിന്നെ അതുകൊണ്ട് പിന്നെ AC ഉള്ള വണ്ടി പിന്നെ എടുക്കുക ചെയ്തേ. അതിലില്ലായിരുന്നല്ലേ 26 ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് AC കയറ്റി നമ്മള്. അപ്പൊ പിന്നെ എല്ലാ വണ്ടി ഇല്ലാഞ്ഞ വണ്ടിയെല്ലാം AC കയറ്റി. അപ്പം AC ഉള്ള ഒരു സുഖം എന്ന് പറഞ്ഞാൽ ചെറുതല്ല, നമുക്ക് ഒട്ടും ടയർഡാകുകയില്ല. ബസ്സിലൊക്കെ ഇപ്പോഴും ഞാൻ നോക്കുന്നത് ചില നൈറ്റ് സർവീസ് ബസ്സുകളിൽ ഡ്രൈവറുടെ ക്യാബിന് AC ഇല്ല. അപ്പോൾ ചിലർ പറയാതെ AC ഉണ്ടായി ഉറക്കം വരുമെന്ന്. അങ്ങനൊന്നുമില്ല. AC ഉണ്ടായി ഉറക്കം വരുമെങ്കിൽ പിന്നെ ഈ വേർത്ത് നമ്മൾ AC ഇല്ലാത്ത വണ്ടി ഇരുന്ന് ഭയങ്കരമായിട്ട് ശരീരത്തെ ജലാംശം മൊത്തം വേർത്ത് പോയി അങ്ങനെ ഇരിക്കുമ്പോൾ അന്നേരം ഉണ്ടാകുന്ന ക്ഷീണം തന്നെ ചെറുതാണോ? അത് ഭയങ്കര ക്ഷീണം എൻ്റെ. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഫ്രഷ് ആയിട്ടിരിക്കുക. അത് ഇപ്പം തന്നെ നമ്മളവിടെ ഇറങ്ങി മൊത്തം പൊടിയായിരുന്നു. ഈ ക്യാബിനിലേക്ക് കയറി ഗ്ലാസ് പൊക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പൊടിയുണ്ടോ? ഒന്നുമില്ല. മറ്റു വണ്ടികളിൽ എന്ന് പറഞ്ഞാൽ ഈ പൊടിയും ചൂടും എല്ലാം സഹിച്ച് വേണം നമ്മളിരുന്ന് വണ്ടി ഓടിക്കാൻ. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അന്നേരം ഭയങ്കരമായിട്ട് ക്ഷീണം അനുഭവപ്പെടും നമുക്ക്. ആദ്യം AC വണ്ടി ഇറങ്ങിയപ്പോൾ ഒക്കെ AC ഉള്ള വണ്ടികൾ എടുക്കാത്തവർ, ഇപ്പം വണ്ടിയെ പോകാത്ത ഓണർമാർ എന്നാ പറയുന്നതെന്ന് വെച്ചാൽ AC വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർമാർ പോകുന്നിടത്ത് AC ഇട്ട് കിടന്ന് ഉറങ്ങുകയല്ലേ, ഡീസൽ കൂടുതലാവും എന്നൊക്കെയുള്ള ഒരു ധാരണയായിരുന്നു. പിന്നെ അത് ഡ്രൈവർമാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും. പക്ഷേ AC ഇട്ട് കിടക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലപോലെ ഈ ക്യാബിൻ തണുപ്പിച്ചിട്ട് അങ്ങ് കിടന്നാൽ സുഖമായിട്ട് കിടന്നുറങ്ങാം, ഒരു വിഷയമില്ല. വണ്ടി ഓഫ് ചെയ്താലും അങ്ങനെ ഇട്ട് കിടന്നുറങ്ങുന്നവരും ഉണ്ട് കേട്ടോ. ഉണ്ട്, AC ഇട്ട് കിടന്നുറങ്ങുന്നവരും ഉണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതെ. അപ്പം അതൊക്കെ ഒരു സൈഡ്. അപ്പം അത് ഓർത്തോണ്ട് പക്ഷേ നമ്മൾ AC ഇല്ലാതെ വണ്ടി എടുത്തിട്ട് കാര്യമില്ല അല്ലേ? അതെ, AC ഉള്ളത് തന്നെ എപ്പോഴും നല്ലത്. ഈ ബസ്സിന്റെ ക്യാബിൻ, ഈ ലോങ് സർവീസ് നൈറ്റ് സർവീസ് ബസ്സുകളുടെ ക്യാബിൻ AC ഇല്ലാത്ത ഭയങ്കര ഒരു കഷ്ടം തന്നെയാണ്. ഒരു വണ്ടിയിലും ഇല്ലല്ലേ? അല്ലേ, ചില വണ്ടികളിലുണ്ട്, വോൾവോയിലൊക്കെ ഉണ്ട്. ചില ഈ ബോഡി ചെയ്യുന്നവരാണ് അതിൽ ചെയ്യാതെ വിടുന്നത്. അതായത് ഡ്രൈവർ ക്യാബിന്റെ പുറയിലിരിക്കുന്ന 30-40 പേരുടെ ജീവൻ ഈ ഡ്രൈവർ ക്യാബിനിലിരിക്കുന്ന 2 ഡ്രൈവർമാരുടെ ഇല്ല. അതെ, അവർക്ക് ആ AC വെച്ച് കൊടുക്കുന്നില്ല. ശരിക്കും പറഞ്ഞല്ലോ, ഞാൻ ഈ നൈറ്റ് സർവീസ് ബസ്സിൽ പോവായിരുന്നല്ലോ, ചില ബസ്സിലൊന്നും ക്യാബിൻ AC ഇല്ല. എന്നിട്ട് നമ്മള് പുറകെ ഇങ്ങോട്ട് ഇപ്പം ചൂടാ അതിന്റെ അകത്ത്. ശരിക്കും ഭയങ്കര ചൂടാന്നേ. അത് 2 കാര്യമുണ്ട്. എഞ്ചിന്റെ മുകളിലാണ് ഇരിക്കുന്നത്, എഞ്ചിന്റെ മുകളിലാണല്ലോ ബോഡി ചെയ്തേക്കുന്നത്. ഒന്ന്, അത് കമ്പനി ബോഡി ആണെങ്കിൽ, ഇതുപോലെ കമ്പനി ക്യാബിൻ ആണെങ്കിൽ ഈ പറയുന്ന പോലെ ചൂടകത്തേക്ക് അധികം കയറി വരികയല്ല. ചൂടോ എഞ്ചിന്റെ ചൂടകത്തേക്ക് കയറി വരികയല്ല. ചൂടും പൊടിയും ഒന്നും കയറി വരത്തില്ല, സൗണ്ടും ഒന്നും. പക്ഷേ വേറെ കമ്പനി ബോഡി അല്ലാതെ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് കമ്പനിയുടെ ബോഡി അല്ലാതെ വരുന്ന വെളിയിലെ ബോഡി ബിൽഡർമാരുണ്ടല്ലോ, അങ്ങനെയുള്ളടത്ത് ബോഡി ചെയ്യുന്ന വണ്ടി ഒരു വണ്ടിയും ക്യാബിൻ നല്ലപോലെ പാക്ഡ് അല്ല, നമ്മുടെ കാരവൻ ഉൾപ്പെടെ. ഉദാഹരണത്തിന് കാരവൻ. അതെ, അതിനകത്തിരിക്കുമ്പോഴും പുറകോട്ട് മാറുമ്പോഴുള്ള വ്യത്യാസം എത്ര ഉണ്ട്, അതാണ്. അപ്പോൾ എങ്ങനെ വന്നാലും കമ്പനിയുടെ അത്ര ഒരു ക്വാളിറ്റിയിൽ വെളിയിലുള്ള ബോഡി ബിൽഡർമാർക്ക് വണ്ടി പണിയാൻ എന്ന് വെച്ചാൽ അവരെ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് പണിയാൻ പറ്റിയില്ലാത്തതുകൊണ്ടല്ല, ശ്രദ്ധിക്കുന്നില്ല. ഡ്രൈവർമാർക്ക് അതിനുള്ള പ്രാധാന്യം കൊടുക്കുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അടുക്കള തുറന്ന് പടപെടാന്നായിക്കോട്ടെ. കിളി ഉഴപ്പാ, കിളി വെക്കാനുള്ള കിളി ചെല്ല ഇതൊക്കെ പിറകെ വെച്ച്. കിളി ഉഴപ്പൊന്നുമല്ല, വണ്ടി നിർത്തിയ താക്കോൽ എടുത്തോണ്ട് അതേ ചാട്ടമാണ് മെയിൻ ഡ്രൈവർ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാനാ? നമ്മള് സമയം കളയാൻ പാടില്ല, നമ്മൾക്ക് ഇത്രയും ദൂരം പോകണ്ടല്ലേ. അപ്പൊ പടപെടാവുന്ന കാര്യങ്ങൾ നടക്കണം. എന്തിനാ മുളക് അരിയുന്നേ? മുളകും സവോളയൊക്കെ കഞ്ഞിക്കകത്ത് മുളകിട്ട് സവോളയും കൂടി ഇട്ട് കഴിക്കാനായിട്ടാ. ആണോ? മുളക് എനിക്ക് വേണ്ട കേട്ടോ. അല്ല, അച്ഛക്കില്ല, അതുകൊണ്ട് ഇങ്ങനെ അരിഞ്ഞു വെച്ചത്. ഞാൻ അതിനകത്തോട്ട് ഇട്ടേ. അത് ഞങ്ങൾക്ക് 2 പേർക്കുള്ളതേ ഉള്ളൂ. ഡിസൈനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. കഞ്ഞിയ ഡിസൈനിങ് ഒക്കെ ഉണ്ട്. അതാണ് പിന്നെ മുളക് സവോളയും കൂടെ വാരി. അതെ അതെ, അത് ഞങ്ങളുടെ സ്പെഷ്യൽ. ഉപ്പിട്ടോ? ഉപ്പിട്ടു. അതെ, ഈ കറിയും കൂടി ഇതിനകത്ത് വിളമ്പണ്ട. ഇനിയിപ്പോ ഞങ്ങള് കറി എടുക്കാൻ പോകണ്ടേ? വിളമ്പുന്ന ആള് കറിയൊക്കെ ഇതിനകത്തോട്ട് വിളമ്പി എടുക്കണ്ടേ? കറിയും ഞാൻ കണ്ടില്ല. അതൊക്കെ വെറുതെ അതൊക്കെ ചൂടായിരിക്കുക. കറിയും കൂടെ കൂട്ടിങ്ങി എടുത്താൽ മതി, എളുപ്പമല്ലേ? 2 കൈയേ ഉള്ളൂ, 2 പേരുടെ ഭാര്യമാരില്ലാന്ന് ഓർക്കണം. 2 കൈ ഉണ്ടല്ലോ. അതെ, അതാ പറഞ്ഞത്, 2 കൈയേ ഉള്ളൂ. അത് എടുക്കുമ്പം ഒറ്റയടിക്ക് ഇത് കഞ്ഞി എടുത്താൽ കൂടെ കറിയും കൂടെ ഇങ്ങ് എടുത്തെന്നാൽ ആ പണി അവിടെ തീർന്നു. അച്ചാറും വല്ലതും വേണം? അച്ചാറൊന്നും വേണ്ട. ഇതേ നീളവും പൊക്കമൊന്നും ഇല്ല, അങ്ങോട്ട് വരികണം ഇങ്ങോട്ട് വരികണം. ആവശ്യത്തിനൊക്കെ പൊക്കമൊക്കെ ഉണ്ട്, പൊക്കമൊക്കെ ഉണ്ട്, അതൊക്കെ മതി. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടു.
മതി, കുറച്ച് മതി. തമിഴ്നാട് വണ്ടി എനിക്ക് വന്നതേ എന്നായിരിക്കും, കൊപ്രയാണോ? കൊപ്ര ആയിരിക്കും, പകുതി ഇറക്കിയിട്ട് വരുന്നതായിരിക്കും. ആണെന്ന് തോന്നുന്നു. അതെ, അത് കൊപ്ര ആയിരിക്കല്ലോ, തേങ്ങ ആയിരിക്കും. തേങ്ങാലോട് കയറുന്നുള്ളൂ ഇഷ്ടം. അത് ശരിയാ, അതെ, തേങ്ങായ കണ്ട ബോർഡുണ്ട്. ആടും പശുവൊക്കെ ചാടാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണമെന്ന്. ഓക്കെ, കണ്ട് ഓടിക്കുക. ആ, ഇതൊരു ജൈൻ മന്ദിറാണ്. ജൈൻ മന്ദിർ. രാജസ്ഥാനിൽ ഇതെല്ലാം അങ്ങനല്ലേ? ഇവിടെ മാർബിൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഇവിടെ ഇഷ്ടംപോലെ മഴയൊക്കെ പെയ്തു, അതുകൊണ്ടായതുകൊണ്ടോ? അല്ലെങ്കിൽ ഇവിടെ എല്ലാം കരിഞ്ഞുണങ്ങി കിടക്കും. ഈ മുൾച്ചെടി മാത്രമേ കാണുള്ളായിരുന്നു. രാജസ്ഥാനിൽ പിന്നെ വഴിയിൽ ഒരുപാട് ആർട്ടിഒമാരുണ്ട്. അതെ, അപ്പോൾ ഇവിടെ ഒരു ആർട്ടിഒ ഉണ്ട്. വഴിയിൽ ഇങ്ങനെ വണ്ടിയായിട്ട് വന്ന് നിൽക്കുക. അതെ, വരുന്നവരെയൊക്കെ കണ്ട് പരിചയപ്പെട്ട് പറഞ്ഞു വിടാനായിട്ട്. അത് നമ്മുടെ കിളി അങ്ങോട്ട് പോയിട്ടുണ്ട്. അതെ, കിളി തൊപ്പിയൊക്കെ വെച്ച് റോഡ് ക്രോസ് ചെയ്തപ്പോഴേ തൊപ്പി പറന്നു വരും. വണ്ടി പോയപ്പോൾ കാറ്റടിച്ച് തൊപ്പി പറന്നു പോയി. അല്ലേലും നല്ല കാറ്റല്ലേ? അതെ, എടുത്തോണ്ട് വരുന്നുണ്ട്. തൊപ്പി കാറ്റ് കൊണ്ടുപോയാലോ? പരിചയപ്പെട്ടോ അവരെ? പരിചയപ്പെട്ടു. എങ്ങോട്ടാ, എന്താ ലോഡെന്നൊക്കെ ചോദിച്ചു. എന്നാ ലോഡെന്ന് പറഞ്ഞു? ജാഡു. കാര്യം ഇവിടെ എല്ലാം വണ്ടി കഴുകാൻ സൗകര്യം ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം സർവീസ് സെന്ററാ. പക്ഷേ ഇവിടുത്തെ ഈ ഹാർഡ് വാട്ടർ ആയതുകൊണ്ട് കഴുകി ഗ്ലാസ്സിലെല്ലാം പാടിങ്ങനെ നിൽക്കും. എരുമയെ പോത്തോ വണ്ടിയിൽ. പക്ഷേ മെലിഞ്ഞാണല്ലോ, തീറ്റയൊക്കെ കുറവാന്ന് തോന്നുന്നു. തിങ്ങി ഞെരുങ്ങിയാ നിൽക്കുന്നത്. 3-4 ഉണ്ട്. ആ, ഇവിടുത്തെ ക്ഷേത്രങ്ങളൊക്കെ കണ്ടോ? ഇപ്പം നമ്മൾ അവിടെ വെച്ച് കണ്ട പോലല്ലോ. അതിന്റെ പണികൾ നല്ല രസമാണ്. അതൊക്കെ രാജസ്ഥാൻ സ്റ്റൈല് ഭയങ്കര രസമാണ്. ഇവരുടെ തലപ്പാവ് കണ്ടോ? അത് ഓരോരുത്തരും ചില കളർഫുൾ ആയിട്ടൊക്കെ ഉള്ളതുണ്ട്. ഇവരത് ക്ഷേത്രത്തിലേക്ക് പോകുന്ന കേട്ടോ. ചിലരെ ഭയങ്കര കളർഫുൾ ആയിട്ട് ഭയങ്കര വലുതാക്കി വെക്കും, ചിലത് ചെറുതാക്കി വെക്കും. ചുമപ്പാ അത് കാണാൻ നല്ലത്. ചുമപ്പ് ഒരു ഓറഞ്ച് കൂടെ മിക്സ് ആയിട്ട് അത് നല്ല. തലപ്പാ വെച്ച് വേദന എടുക്കുകയല്ലേ ഈ പറഞ്ഞ? നല്ല വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. വെയിറ്റ് ഒന്നുമില്ല, തുണിയല്ലേ ഉള്ളൂ. തുണി ചുറ്റി വെച്ചാൽ കുറെ ഉണ്ട്. അത് സ്ഥിരം വെച്ച് കഴിയുമ്പോ അതൊരു വിഷയമല്ല. എന്നാലും അത് അങ്ങനെ ഇരിക്കുമ്പോഴേ ഒരു അസ്വസ്ഥത ഉണ്ടാവുകയല്ലെന്ന് അത് കാണുന്നവർക്കേ ഉള്ളൂ. അതെ, NH-48 മാർബിളാ കൊണ്ടുപോകുന്നത്. അലുവ പീസ് പോലെ കണ്ടോ കട്ട് ചെയ്തെടുത്ത്. ഇനി അത് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുക്കും. ഇതെന്നാ പറ്റിയ പശുവിനെ ഏതോ വണ്ടി ഇടിച്ചതാണോ എന്നാ പറ്റിയ? അയ്യോ ഇതിന്റെ കാലെല്ലാം കഷ്ടം. ഈ കാർ ഇടിച്ചാ കേട്ടോ. അയ്യോ കഷ്ടമായിപ്പോയി. അയ്യോ ഇതുണ്ടോ കാറിന്റെ മണ്ടയിലോട്ട്? കഷ്ടമുണ്ട്. നല്ല സ്പീഡിൽ വന്ന് ഇടിച്ചാ. അതെ, പശു ചിലപ്പം വിലകം ചാടുകയെല്ലാം ചെയ്തായിരിക്കും. ഇവിടുത്തെ ടോൾ ബൂത്തുകളെല്ലാം കണ്ടോ? വലിയ ടോൾ ബൂത്തുകളാണ്. ഒത്തിരി വണ്ടികൾ ഒരേ സമയം പാസ് ചെയ്യാൻ പറ്റും. ട്രാഫിക് ജാം ഉണ്ടാകാൻ പാടില്ല. അല്ല, ഇത് NH-48 ഡൽഹി മുംബൈ ഹൈവേ ആണ്. തിരക്കുണ്ടാവും, അതനുസരിച്ച് വരുന്ന വണ്ടികൾ പാസ്സാകാനുള്ള സൗകര്യമുണ്ട്. ഇവിടെയൊക്കെ എന്നാ പാർക്കിംഗ് സൗകര്യമാണ് നോക്കി. ടോളിൽ തന്നെ ഇഷ്ടംപോലെ സൗകര്യം. റെയിൽവേ ലൈനിൻ്റെ പണി നടക്കുകയാണല്ലോ. ഇത് ബന്ധൻവാഡ എന്ന് പറഞ്ഞ ടൗണായത്. ടൗണുള്ളിലേക്കാണ്. നമ്മൾ ബൈപ്പാസ് വഴി ഇങ്ങനെ പോകും. രാജസ്ഥാൻ റെഡ് സാൻഡ്സ്റ്റോൺ ഫേമസ് ആണല്ലോ. അതെ, അത് ഈ സൈഡല്ല, അത് വേറൊരു സൈഡാണ്. നമ്മൾ ഇന്നാളെ വന്ന ആ വഴിക്കായിരുന്നു. അവിടെ ഇഷ്ടംപോലെ കമ്പനികളുണ്ടായിരുന്നു. അതുകൊണ്ടോ ഒരു പിക്കപ്പ് പോകുന്നത് കണ്ടോ? അതെല്ലാം സൗണ്ട് സിസ്റ്റം. അത് കല്യാണത്തിനൊക്കെ പരിപാടി അവതരിപ്പിക്കാൻ പോകുന്ന. അതെ, ഫ്രണ്ടിൽ ജനറേറ്ററൊക്കെ ഇരിക്കുന്നതല്ലേ. രാജസ്ഥാനിലെ ബിൽഡിങ്ങുകളും ക്ഷേത്രങ്ങളും കോട്ടകളും എല്ലാം തന്നെ കൂടുതലും ഈ റെഡ് സാൻഡ്സ്റ്റോൺ ഉപയോഗിച്ച പണിതേക്കുന്നത്. എങ്ങോട്ട് നോക്കിയാലും ട്രെയിലറുകൾ മാത്രം. ഇത് കൂടുതൽ രാത്രിയിലാണ് ഓടുന്നത്? അങ്ങനൊന്നുമില്ല, രാത്രിയും പകലൊക്കെ ഓടും. പിന്നെ സിംഗിൾ ഡ്രൈവർമാരുള്ളവരെല്ലാം ഒരു 10-11 മണിയാകുമ്പോഴത്തേനും ഒതുക്കും. പിന്നെ രാവിലെ എടുക്കും ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും. പിന്നെ ഈ ട്രെയിലറിൽ 2 ഡ്രൈവർ ഉണ്ടായിട്ടും വലിയ കാര്യമില്ല. എന്ന് വെച്ചാൽ ഓട്ടത്തിൽ ഒരാൾക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയല്ല. കുലുക്കമാണ് കൂടുതലും. കുലുക്കം ആയതുകൊണ്ട് കൂടുതൽ പേരും നിർത്തിയിട്ടാണ് കിടന്ന് ഉറങ്ങുന്നത്. ഈ കല്ല് കൊണ്ട് അറുത്തെടുത്താണ് നമ്മുടെ മാർബിൾ പീസുകളാക്കുന്നത്. അതെ, അശോക് ലൈലൻഡിൻ്റെ ഷോറൂമാണ്. എത്ര വണ്ടി കിടക്കുന്ന നോക്കി. പ്രൈമൂറാണ് എല്ലാം. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലുള്ള പ്രൈമൂർ തന്നെയാണ്. വേറെ വണ്ടികൾക്കൊന്നും അത്ര സെയിലില്ലെന്ന് തോന്നുന്നു. ഇത്ര നേരം നിരപ്പ് സ്ഥലങ്ങളൊക്കെ അല്ലായിരുന്നോ? കണ്ടോ, ചെറിയ മുട്ടക്കുന്നുകളൊക്കെ കാണാൻ തുടങ്ങി. നിരപ്പ് തന്നെ ആയാൽ പറ്റിയല്ലോ, ഇടയ്ക്ക് കുന്നും മലയൊക്കെ വേണ്ടേ? അതെ, രാജസ്ഥാൻ മൊത്തം നിരപ്പ് തന്നെയാണ്. കുറച്ച് ഭാഗങ്ങളെ മലകളൊക്കെ ഉള്ളൂ, ചെറിയതായിട്ടുള്ള ഹിൽ സ്റ്റേഷനുകളൊക്കെ ഉള്ളൂ. മറ്റേ മൗണ്ട് അബുവും ഒക്കെ ഉള്ളൂ. ബാക്കിയെല്ലാം നിരപ്പ് സ്ഥലമാണ്. ഇതൊക്കെ ചുമ്മാ ഈ ചെറിയ ചെറിയ മലകൾ കാണുന്ന എല്ലാം ഈ കോറികളൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയുള്ളടത്തൊക്കെ ഈ കോറികൾ കൂടുതലുള്ള. ഇത് ശ്രീനഗറായി. ഇവിടെ ശ്രീനഗർ ഉണ്ടല്ലോ. എത്ര പടിന്ന് ശ്രീനഗർ എത്തി? ആറ്റേ വിളിക്കേ, പെട്ടെന്ന് തന്നെ ഇറക്കി തെറ്റി അടുത്ത ലോഡ് കയറ്റാ. ശ്രീനഗറിനെ എല്ലാ സ്റ്റേറ്റിലും ഓരോ സ്ഥലങ്ങളുണ്ടാവും. ഞാൻ പെട്ടെന്ന് ശ്രീനഗറിന്റെ ബോർഡ് എവിടെയോ എന്നും വേണ്ട ആലോചിക്കുകയും ചെയ്യും. ഇത്ര പെട്ടെന്ന് വന്നല്ലേ? അതെ,
അതുണ്ടോ പൊന്നു, ആ ട്രെയിലറിന്റെ ടയർ കണ്ടോ ഒരെണ്ണം മുഴച്ചിരിക്കുന്നുണ്ടോ? എന്താ അത് എയറാ, ടയറിന് എയർ വന്നിട്ട് അങ്ങനെ അയക്കുന്ന, അത് ഏത് സമയം പൊട്ടിപ്പോവാം. AC-യുടെ കാര്യം പറഞ്ഞില്ലേ, AC ചിലർ ഈ പറഞ്ഞ പോലെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് രാത്രി മൊത്തം ഇട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു ആദ്യം നമ്മൾ AC വെച്ച സമയത്ത്. അതെ. അത് കഴിഞ്ഞ് പിന്നെ GPS ഒക്കെ ആയിക്കഴിഞ്ഞപ്പം GPS-ൽ അറിയാം AC ഓണായിട്ട് വണ്ടി ഓടാതെ നിൽക്കുകയാണെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടും ഇത് വണ്ടി പോകുന്നില്ലെങ്കിൽ മെസ്സേജ് വരും. അങ്ങനെ കുറേ പേരെയൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് കുറഞ്ഞു. AC-യുടെ കാര്യം പറഞ്ഞപ്പോഴാണ് GPS ഒക്കെ ആകുന്നതിന് മുമ്പ് ഒരാളെ വണ്ടി എറണാകുളത്ത് ലോഡറൊക്കെ ഇട്ട് വന്ന് പെരുമ്പാല് ലോഡ് കയറ്റാനായിട്ട് കിടക്കുക. വൈകിട്ട് പാർക്കിംഗ് കിട്ടു. രാവിലെ ഈ പാർക്കിങ്ങിലെ ആള് വന്നപ്പോ ഒരു 6-7 മണിയായപ്പോ എന്നെ വിളിച്ചു. ഈ വണ്ടിയിൽ ആളില്ല, വണ്ടി ഇത് സ്റ്റാർട്ടിങ്ങിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ വണ്ടിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഇല്ല, ആരും ഇല്ല, ഞാൻ നോക്കിട്ടെ, താഴെ നോക്കിയാൽ കാണത്തില്ലല്ലോ. ഞാൻ പറഞ്ഞു വണ്ടിയിൽ ആളുണ്ടെന്ന് പറഞ്ഞു. ഇല്ല രാജേഷ്, ആളില്ല, വണ്ടി സ്റ്റാർട്ടിങ്ങിലോ നിൽക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നിന്ന് വേറെ വണ്ടിക്കാർ പറഞ്ഞു രാത്രി മൊത്തം സ്റ്റാർട്ടിങ് കിടക്കായിരുന്നു പറഞ്ഞു. പുള്ളിയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു, വേറെ തമിഴ്നാട് വണ്ടിക്കാരും വേറെ വണ്ടിക്കാരൊക്കെ ഉണ്ടല്ലോ പാർക്കിങ്ങിൽ, അവര് പറഞ്ഞു ഇന്നലെ സ്റ്റാർട്ടിങ്ങിലാണ് കിടന്നതെന്ന് പറഞ്ഞു. ആളില്ല, അതിന് എലിയ പോയെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആളുണ്ട്, ഞാനിപ്പോ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഡ്രൈവറെ വിളിച്ചു, എടുത്തു. ആദ്യം എടുത്തില്ല, അത് കഴിഞ്ഞ് രണ്ടാമത് വിളിച്ചപ്പോ എടുത്തു. ഉറക്കമായിരുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു വണ്ടി സ്റ്റാർട്ടിങ് കിടക്കുന്നതെന്ന് വെച്ചു. അത് ചേട്ടാ ഞാൻ ബാറ്ററി ഒന്ന് ചാർജ് ആകാനായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടാന്ന് പറഞ്ഞു. ഞാൻ എപ്പോ സ്റ്റാർട്ട് ചെയ്തിട്ടാ? ഇല്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തോളെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ രാത്രി മൊത്തം വണ്ടി സ്റ്റാർട്ടിങ്ങിലാണല്ലോ കിടന്നത്. അവിടെ പാർക്കിങ്ങിലെ ആള് വന്നിട്ട് നിങ്ങൾ അറിയുന്ന പോലുമില്ല, വണ്ടിയിൽ ആളില്ലെന്നാ പറയുന്നതെന്ന് പറഞ്ഞു. ഇല്ലേട്ടാ വണ്ടിയിൽ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം പാർക്കിങ്ങിലെ ആള് താഴെ നിൽപ്പുണ്ട്. അന്നേരത്തിനും ഡോറ് തുറന്നു, ആളുമായിട്ട് സംസാരിക്കുന്നത് കേൾക്കാം. പിന്നെ പുള്ളിക്കൊന്നും പറയാനുമില്ല. അതാ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ അന്ന് പറഞ്ഞ് നമ്മളിപ്പം വണ്ടി AC-ൽ അതേ വണ്ടി എടുത്തിട്ട് കാര്യമുണ്ടോ? അത് കഴിഞ്ഞപ്പോ പുള്ളി എന്നോട് പറയാം, ചേട്ടാ അതൊരു അബദ്ധം പറ്റിയതാ, ഞാൻ കിടന്നു ഉറങ്ങി. ഈ പറഞ്ഞ പോലെ AC ഇട്ട് കിടന്നതാ, AC ഇട്ടിട്ട് ഓഫ് ചെയ്യാനായിട്ട് കിടന്നതാ. അതെന്താന്നറിയോ, വൈകുന്നേരം AC ഒക്കെ ഇട്ട് ഇച്ചിരി മിനിങ്ങിയിട്ടൊക്കെ ഉണ്ടാവും. അതെ, അങ്ങനെ കിടന്നിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി. അതാ പറ്റിയത്. ഉറങ്ങിപ്പോയിട്ട് പിന്നെ മറന്നുപോയി. പിന്നെ സുഖമല്ലേ, സുഖമായിട്ട് അങ്ങ് കിടന്നു ഉറങ്ങി. അതാ അതിന്റെ കാര്യം. ഇപ്പൊ ഈ അങ്ങനെ AC ഇട്ട് കിടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ അടുത്തുള്ള വണ്ടിക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടും. സൗണ്ടും ഇതിപ്പോ ലോറിയുടെ പാർക്കിങ്ങിലായോണ്ടോ കുഴപ്പമില്ലാതെ. ഒരു ചെറിയ സ്ഥലത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ വീടൊക്കെ ഉള്ളതാണെങ്കിൽ സമ്മതിക്കല, വണ്ടിയുടെ എഞ്ചിൻ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കില്ലേ. അതിനായിരിക്കും നമ്മുടെ ഈ ഇലക്ട്രിക് AC ബെസ്റ്റാ. രാത്രി കിടന്നുറങ്ങാൻ അടിപൊളിയാ. ഒരു സൗണ്ടും ഇല്ല, ഒന്നുമില്ല, ആർക്കും ശല്യവും ഇല്ല, ചെലവുമില്ല. അതാണ്, ഡീസൽ ചെലവില്ലല്ലോ, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പൊ ആദ്യം ഞങ്ങൾ ഇതിൽ പോകാൻ തുടങ്ങിയപ്പോൾ ആദ്യം ഞാൻ ഓർത്തിരുന്നത് എങ്ങനെ ഒരു AC വെക്കാം, ഇതല്ല ഈ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു AC എങ്ങനെ വെക്കാമെന്ന് ചിന്തിച്ച് ആ സമയത്താണ് ഇത് ഇറങ്ങുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇത് ആദ്യം വെക്കുന്നത്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ പറഞ്ഞില്ലേ, ഇതുപോലെ ഈ ഡ്രൈവർമാരുടെ ഇന്ന് ഒരുപാട് മൊബൈൽ പോകുന്നുണ്ട്, പൈസ മോഷണം പോകുന്നുണ്ട്, പേഴ്സ് നഷ്ടപ്പെടുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം AC ഇല്ലെങ്കിൽ ഇപ്പം വണ്ടിയെ കയറി കിടക്കുക, ശകലം ഗ്ലാസ് അകത്ത് വെച്ചിട്ട് ഇങ്ങനെ എന്നേലും ഫോണിലൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കും. എവിടെയെങ്കിലും കിടക്കുന്ന സ്ഥലങ്ങളിലേ ഉറങ്ങിപ്പോവും. ഈ ഫോൺ ഇങ്ങനെ ഇവിടെ ഇരുന്ന് ഇത് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും. ഇപ്പം മോഷ്ടിക്കാമായിരുന്ന ഒരുത്തനായിരിക്കില്ല, അതിലെ പോകുമ്പോഴായിരിക്കും ഇതൊരു ഫോൺ ഇരിക്കുന്നത്, അപ്പം അതൊക്കെ എടുത്തോണ്ട് അങ്ങ് പോകും. അങ്ങനെ എത്ര ഡ്രൈവർമാരുടെ നിന്ന് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് ഫോണാണ്. ഈ ഫോൺ നഷ്ടപ്പെടാൻ കാരണം പ്രത്യേകിച്ച് ബോംബെയിലോ അല്ലെങ്കിൽ കേരളം വിട്ടിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഫോണ് ഒരുപാട്, അത് ഒത്തിരി കഥയുണ്ട് പറയണേ. നമ്മുടെ ഒരു ഡ്രൈവർ ഒരു ദിവസം ബോംബെ വെച്ച് ഫോൺ ഒരെണ്ണം പോയി. ആ ട്രിപ്പ് വന്ന് ഒരു ഓൺലൈൻ ഒരു ഫോൺ ഓർഡർ ചെയ്ത് ഒരു ട്രിപ്പ് കൂടെ പോയിട്ട് വന്നപ്പോഴത്തേന് ഈ ഫോൺ വന്ന് ഈ പുതിയ ഫോണും കൊണ്ട് ആ ഫസ്റ്റ് ട്രിപ്പ് പോയി. ആ ട്രിപ്പ് ബോംബെ വരെ ചെന്നുള്ളൂ, 3-4 ദിവസം കൊണ്ട് ആ ഫോണും പോയി. വെറുതെ കള്ളന്മാരെടുത്തോണ്ട് പോന്നാ. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ, അതൊക്കെ ശ്രദ്ധക്കുറവുണ്ട് പോകുന്നതാ. നമ്മളെ മറ്റേ എൻജിൻ കളഞ്ഞ കാര്യം പറയുന്നുണ്ട്. അപ്പം ഈ ആളെ ഒരുപാട് പേര് അതിനകത്ത് കമന്റ് കണ്ടു, പേര് പറയണമായിരുന്നു. അതൊക്കെ നമ്മളായിട്ട് ഒരാൾക്ക് ഒരു ഉപദ്രവം ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മളെ പേരൊന്നും പറയാത്തത്. പക്ഷെ എല്ലാവരും ഓർത്ത് ആകാശാണോ, ആകാശിൻ്റെ കൂടെ പോയി. അവരാരുമല്ല, പഴയ ഡ്രൈവർമാരാരുമല്ല, പുതിയ ആളാണ്. പിന്നെ മാവേലിക്കരക്കാരനുമാണ്, ഞാൻ ഇന്നലെയും പറഞ്ഞായിരുന്നു. അപ്പം അങ്ങനെ പറയുന്നത് നമ്മളായിട്ട് ആർക്കും ഒരു ദോഷം ചെയ്യണ്ട. അങ്ങനെ ഒരു ദോർത്താണ് അതൊന്നും പറയാത്തത്. അതൊന്നും ശരിയല്ലല്ലോ. അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കും. അല്ലാതെ നമ്മളെ ഒരാളെ മോശപ്പെടുത്താനോ അല്ലേ, നമ്മളതിനെ ശിക്ഷിക്കാനൊന്നും പോകേണ്ട കാര്യം ആവശ്യമില്ല. ഇതുപോലെ തന്നെ അത് കഴിഞ്ഞൊരു വണ്ടിയും കൂടെ വന്നായിരുന്നു. ഇതുപോലെ തന്നെ റേഡിയേറ്ററിന്റെ ഹോസ് പൊട്ടിപ്പോയിട്ട് ലീക്കേജ് ആയി. അപ്പം വിളിച്ചു, ഞാൻ പറഞ്ഞു കമ്പനി വിളിക്കാൻ പറഞ്ഞു. കമ്പനി വിളിച്ചു, കമ്പനി നാള് വന്നു, ഹോസ് മാറി. അന്നേരം ഒരു 5-6 മണിക്കൂർ, 6-7 മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഹോസൊക്കെ മാറി വണ്ടി പോകുന്നു, ഒരു പ്രശ്നമില്ലാതെ വണ്ടി ഓടി പോകുന്നു. ഇതെല്ലാം ട്രെയിലറിന്റെ ബോഡിയാ.
ഇതെല്ലാം ടിപ്പറാ, ആ നീല കളറുള്ള എല്ലാം ടിപ്പറാ. വെൽക്കംസ് യു അറ്റ് ഇൻഡസ്ട്രിയൽ ഏരിയ ശ്രീനഗർ. ഇതെല്ലാം പുതിയതാണ്, ഇതെല്ലാം ഡെലിവറിക്ക് വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. ഇത് അശോക് ലേലൻ്റെ ഷോറൂമാണ്. ഇത് ട്രെയിലർ കമ്പനി ബോഡി എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കമ്പനിയിൽ ഇതെല്ലാം ടാറ്റയുടെയാണ്, ടാറ്റ DLT-യാണ്. ബോഡി അടക്കം കൊടുക്കുന്ന ഇത് ടാറ്റയുടെ കമ്പനിയാണ് കേട്ടോ. ലൈലൻ്റെ തപ്പറേ ഇതേ തൊട്ടടുത്ത് ടാറ്റയുടെ കമ്പനി. രണ്ടുപേരും അടുത്തടുത്താണല്ലോ. ഇത് ഭാരത് ബെൻസും ഉണ്ട്, ഇത് കൊള്ളാലോ. ലൈലൻ്റെ, ടാറ്റ, ഭാരത് ബെൻസ് ഇതെല്ലാം തൊട്ടടുത്തടുത്ത് എല്ലാവർക്കും എല്ലാ വണ്ടിയും വേണ്ടേ. ഇത് LNG വണ്ടിയുണ്ട്. മുമ്പേ നമ്മൾ കണ്ട കമ്പനിയുടെ വണ്ടിയാണ് അത് ആ കിടക്കുന്നത്. അത് LNG-യാണ്, ഗ്രീൻ ലൈൻ. അവരുടെ ഇലക്ട്രിക് വണ്ടിയാണ് നമ്മൾ കുറച്ച് മുമ്പ് കണ്ടേ. വലിയ ഫ്ലാറ്റ് ബെഡും ഉണ്ട് അവിടെ. ട്രെയിലറുകളെല്ലാം തന്നെ ഇതുണ്ടോ. അതാ മറ്റേ കാറ്റാടി കൊണ്ടുവന്ന വണ്ടിയാണോ? അതാണെന്ന് തോന്നുന്നു. അതിന്റെ ബോഡിയാണെന്ന് തോന്നുന്നു. അതെ, ഇതൊരു ഗോശാലയാണ്, ശ്രീറാം ഗോശാല. ഹിന്ദി വായിക്കാൻ അറിയാലോ. പിന്നെ ഇതുണ്ടോ, ഇതേ പുല്ല് കണ്ടോ, പുല്ല് വെച്ചോണ്ടിരിക്കുന്നുണ്ടോ. അതെന്നാന്ന് വെച്ചാൽ അത് ഓരോരുത്തർ നേർച്ചയല്ല, അതൊരു ഇതുപോലെ ഈ പുല്ല് മേടിച്ച് പശുവിന് ഗോശാല കൊണ്ട് കൊടുക്കും. അവിടെ കൊടുക്കുന്നതല്ലേ? ഞങ്ങള് കൊടുത്തിട്ടുണ്ട്. ആണോ? ഇതുണ്ട്, ഇവരേതോ ക്ഷേത്രത്തിലേക്ക് പോന്ന. ഇതുണ്ടോ, ഇവിടുത്തെ ബ്രാൻഡിക്കടയാ ഇത് കണ്ടെയ്നറിനകത്ത്. പിന്നെ ഇത് കണ്ടോ, ഇത് ഈ ലോറിക്കാർക്ക് വേണ്ട സാധനങ്ങളല്ല, ഇതാണ് ഇവർ മേടിച്ച് ഇതെല്ലാം വണ്ടിയെല്ലാം കെട്ടിയിടുന്നത്. അംഗ്രേസി, ദേശി ശരാബെല്ലാം ഉണ്ട്, കണ്ടി ബിയർ. ഇവിടുത്തെ ഗവൺമെന്റ് ബ്രാൻഡിക്കടയാന്ന് തോന്നുന്നത്. ആയിരിക്കും. അതെ, ആ കണ്ടെയ്നറിനകത്ത് ഇരിക്കുന്ന ആളുടെ കാര്യം ചൂടല്ലേ. ഇവിടുന്ന് വേണം നമുക്കേ നേരെ റൈറ്റ് പോയാൽ ഡൽഹി വഴി ജയ്പൂർ വഴി പോവാം. നമുക്ക് വേറെ വഴിക്ക് പോവാം. ഇതിലേ പോണോന്ന് പറഞ്ഞു അങ്ങോട്ട് തിരിച്ചേക്കാം. ഇതിലെ ഈ സർവീസ് റോഡിൽ ഇറങ്ങിക്കോ. സർവീസ് റോഡ് ഇറങ്ങി NH 448 കയറി കൃഷ്ണഘട്ട സിറ്റി ഈ ലെഫ്റ്റിലേക്കാണ്. ലോറിക്കാർക്ക് വേണ്ട എന്ത് സാധനങ്ങൾ വേണേലും ഇവിടെ കിട്ടും. ഗ്യാസ് സ്റ്റവ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും. എത്ര കടകളാന്ന് നോക്കി. വലിയ ഗ്യാസ് കുറ്റിയൊക്കെ ഇരിപ്പുണ്ടല്ലോ. വലുതുണ്ട്. അതേ നിറച്ചു കൊടുക്കുന്നതായിരിക്കും ചിലപ്പോൾ. അതേന്ന് ഇവർ നിറയ്ക്കുന്നുണ്ടായിരിക്കും. അതായിരിക്കും. മുംബൈ 898 കിലോമീറ്റർ. വഴി തെറ്റിയ വീണ്ടും മുംബൈക്കാണോ പോകുന്നത്? അതെ, അജ്മീർ 31 കിലോമീറ്റർ. ആ ട്രാക്ടറെ കണ്ടോ എത്ര പേരാന്ന് നോക്കിയാൽ. ഫുൾ ബെഡ് ഇട്ടൊക്കെ കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ ഇരിക്കാമല്ലോ. ഷീറ്റ് ഇട്ട ട്രാക്ടർ. ടോപ്പില് ഷീറ്റ് ഇട്ടേക്കാ, വീട് പോലെ. അവരെവിടെ ക്ഷേത്രത്തിലെ കണ്ട് പോയിട്ടുണ്ട്. അവരെ ഭയങ്കര ഓളിയത്തി പാട്ടൊക്കെ വെച്ചാ പോന്നെ. ഇവിടെ എല്ലാം മിക്കവാറും ട്രാക്ടറുകളിലെല്ലാം കണ്ടില്ലേ ഇങ്ങനെ പാട്ടും വെച്ച്. പാട്ടായിരിക്കും ആദ്യം കേൾക്കുന്നത് വണ്ടി വരുന്നതിന് മുമ്പേ. മാർബിൾ മണ്ടിയാണ് താഴെ, മാർബിൾ മാർക്കറ്റ്. മാർബിൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് കിഷൻഘട്ട് അറിയപ്പെടുന്നത്. ഇവിടെ ഒരു മാർബിൾ ഡംപിംഗ് യാർഡും ഉണ്ട്. ഈ മാർബിൾ ഡംപിംഗ് യാർഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ വേസ്റ്റ് അല്ലേ, പൊടി കൊണ്ടിടുന്നത് അല്ലേ? പൊടി കൊണ്ടിടുന്നത്. എന്നിട്ട് അതിങ്ങനെ മഞ്ഞുമല പോലെ ഞങ്ങള് പോയിട്ടുണ്ട്, അന്ന് പോയതാ രാജസ്ഥാൻ കറങ്ങിയപ്പോ. എല്ലാം മാർബിളിന്റെയും ഗ്രാനൈറ്റിന്റെയും കടകളാണ് മൊത്തം. ഈ ഏരിയ മൊത്തം. അതെ, ഇവിടുന്ന് കൂടുതൽ ലോഡുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ലോഡ് മാർബിൾ ഇപ്പൊ അധികം ആരും ഇടുന്നില്ലെന്ന് തോന്നുന്നു. ഗ്രാനൈറ്റ് ഇടുന്നത്. ഗ്രാനൈറ്റ് ഇപ്പൊ കൂടുതലും പിന്നെ കർണാടക, ബാംഗ്ലൂരിന്നാണ് വരുന്നത്. പക്ഷെ മാർബിളും വരുന്നുണ്ട് ലോഡ്. മാർബിൾ ഭയങ്കര വിലയുള്ള ടൈപ്പ് മാർബിളൊക്കെ ഉണ്ട്. അതല്ലേ. നമ്മള് ബോംബെ ലൈനിലല്ല പോകണ്ടേ. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേറെ വഴി മാറിപ്പോയി. ഇതിലെ നേരെ പോയി കഴിഞ്ഞാൽ ബോംബെ ചെല്ലും. പിന്നെ പോകേണ്ട വഴിയും കാര്യങ്ങളൊക്കെ പറയണം. അതൊക്കെ പറയാം. ഇത് കിഷൻഘട്ട് ടൗണിലേക്ക് ലെഫ്റ്റ്, ചണ്ഡീഗഡ്, ഹിസാർ, സിർസ ഒക്കെ റൈറ്റ്. അപ്പൊ ചണ്ഡീഗഡ് വഴി പോയേക്കാം അല്ലേ? ചണ്ഡീഗഡ് പോകുന്നില്ല. സിർസ വഴിയും പോകുന്നില്ല. മക്രാന വഴി ഇതേ റൈറ്റിലേക്ക്. മക്രാനയിലും ഇഷ്ടംപോലെ മാർബിൾ കടകളുണ്ട്. മാർബിൾ ഗ്രാനൈറ്റിന്റെ ഒക്കെ കടകൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടേ 4 ലൈൻ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഡബിൾ ലൈൻ ഒക്കെ ആയിരിക്കും വഴി. അതൊന്നും പ്രശ്നമല്ല. മെയിൻ ഡ്രൈവർ എക്സ്പേർട്ട് ആണ്. എന്നെ എങ്ങോട്ടാ എക്സ്പോർട്ട് ചെയ്യുന്നേ? ഞാൻ ഓർത്ത് ഇനി എന്നെ എങ്ങോട്ടെങ്കിലും കയറ്റി വിടുകയാണോ? ഇതൊന്നും ഇനി കിട്ടുന്ന സാധനമല്ല. മെഗാ ഹൈവേ പരിയോജന മേം ആപ്കാ സ്വാഗത് ഹേ. ഹൈവേ 4 ലൈനാ? രക്ഷപ്പെട്ടു. 4 ലൈൻ ഒന്നുമല്ല, അത് വേണേ കേറാം 4 ലൈനില്. അല്ല, ഡബിൾ ലൈൻ ആണെങ്കിലും കുഴപ്പമില്ലെന്നേ. ബത്തിന്റെ 492, അമൃത്സർ 678 കിലോമീറ്റർ. അമൃത്സർ വഴിയാണോ പോന്നെ? അമൃത്സർ വഴിയാ പോന്നെ. ഈ മാർബിളും ഗ്രാനൈറ്റും ഒക്കെ ഇവിടെ വിലക്കുറവൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ പുറകിൽ ഭയങ്കര കളിപ്പീരുണ്ട്. അതുപോലെ വിജിലന്റ് ആയിട്ട് നിന്ന് വേണം ഇത് നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റ് മേടിക്കാൻ. അളവും കാര്യങ്ങളും ഒക്കെ അല്ലേ? അളവും പിന്നെ ഡാമേജ് ആയ സാധനവും ഒത്തിരി കളിപ്പീര് അല്ലാതെ തന്നെയൊക്കെ ഉണ്ട് പലയിടത്തും.
ഗ്രാനൈറ്റ് ലോഡ് ചെയ്തോണ്ടിരിക്കുക. കുറച്ചൊരു സ്ഥലത്ത് നിന്ന് കയറ്റി ബാക്കി ഇനി അടുത്ത സ്ഥലത്തേക്ക് പോവാ കയറ്റാൻ. ഈ ഗ്രാനൈറ്റ് അപ്പൊ ഒരു വണ്ടിയിൽ എന്തേരം ടൺ ഉണ്ടാവും? അത് ഓരോ വണ്ടിയുടെ അനുസരിച്ച്. ഇതിപ്പോ ആ ട്രെയിലറിലാണെങ്കിൽ ഒരു 40 ടൺ ആയിരിക്കും. ഈ രാജസ്ഥാനിൽ കൂടുതൽ എങ്ങോട്ട് ഇത് ഓടുന്നത്? ഏത് വണ്ടികളോ? വണ്ടികളെല്ലാം റോഡിൽ ഓടുന്നുണ്ട്. ഇന്ന സ്ഥലമൊന്നും ഉണ്ടല്ലോ. എങ്ങോട്ടൊക്കെ ലോഡുണ്ടോ അങ്ങോട്ടെല്ലാം വണ്ടികൾ പോകും. പിന്നെ ഓരോ വണ്ടിക്കാരും ചിലപ്പം ഒരേ ലൈനിൽ പോകുന്നവരും ഉണ്ടാവും. ഇവിടുന്ന് ഇപ്പം ബാംഗ്ലൂർ ഓടുന്ന വണ്ടിക്കാരാണെങ്കിൽ സ്ഥിരം ബാംഗ്ലൂർ ആയിരിക്കും ഓടുന്നത്. അല്ല തമിഴ്നാട് ഓടുന്നവരുണ്ട് അങ്ങനെ ആയിരിക്കും. കേരളത്തിലോട്ട് ഓടുന്നവരുണ്ട് അങ്ങനെ ഓരോ. കേരളത്തിലോട്ട് ഓടുന്നവരധികം കാണത്തില്ല. എന്ന് വെച്ചാൽ കേരളത്തിൽ നമുക്ക് ഈ ട്രെയിലറിനൊന്നും തിരിച്ച് ലോഡില്ല. ഇതൊക്കെ കേരളത്തിൽ വന്ന് ലോഡ് ഇറക്കിയാൽ ഇവരെല്ലാം കാലി ഒന്നെങ്കിൽ കോയമ്പത്തൂരോ അല്ല മംഗലാപുരോ ഒക്കെ വന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ലോഡ് കയറ്റിയാൽ തിരിച്ചു പോരുന്നത്. ഇവിടെ ബ്ലോക്ക് ആയിട്ട് ഇതേ വണ്ടികളെല്ലാം ആ സൈഡിൽ കൂടെ കയറി പോകുന്നു. കാറുകാർ തിരിച്ചു പോകും. നമ്മൾ തന്നെ ചെയ്യും. നമ്മൾ തിരിച്ചു പോകണ്ട, നമുക്ക് മുന്നോട്ട് തന്നെ പോവാം. ഭയങ്കര പൊടിയാ. ഈ കടയിരിക്കുന്നവരെല്ലാം ഈ പൊടി അടിച്ചാണല്ലോ ഇരിക്കുന്നത്. അതെ, അവരുടെയൊക്കെ ഒരു അവസ്ഥ. പണി നടക്കുന്നുണ്ടാ? പഴയ ഒരു ബസ്, പഴയൊന്നും അല്ല കേട്ടോ, മോഡലുള്ള വണ്ടിയാ. പഴയ മോഡൽ, പഴയ നമ്മുടെ നാട്ടിലെ ടൂറിസ്റ്റ് ബസിന്റെ പണ്ടായിക്കുന്നുള്ളതല്ല. അതെ, ഗ്ലാസ് ഒക്കെ ഇട്ട് ചെറുക്കെ കാര്യം. ഇതുണ്ടോ, ഇത് ഈ മാർബിളും ഗ്രാനൈറ്റ് ഒക്കെ കട്ട് ചെയ്യുന്നതിന്റെ പൊടിയാന്ന് തോന്നുന്നത്. അതെ, കുളം പോലെ കിടക്കുക അവിടെ. വേസ്റ്റ് കിടന്ന് വെള്ളവും കൂടെ വേണ്ടേ. വെള്ളം മഴവെള്ളമായിരിക്കും. പണികളൊക്കെ നടക്കുന്നുള്ളൂ, കോൺക്രീറ്റിന്റെ പണികൾ. ഇതൊക്കെ വല്ല മെഷീനറിയും വെച്ച് ചെയ്യുമായിരുന്നെങ്കിൽ പെട്ടെന്ന് തീർന്നേനെ. അതുകൊണ്ടാണ് ഇത് തീരാത്ത കേട്ടോ. വെറുതെ അല്ല താമസിക്കുന്നത്. ഇവിടുന്ന് വണ്ടികൾ അതിലെ തിരിഞ്ഞു പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറാൻ കേട്ടോ, കുഴപ്പമില്ല. ഇവിടെ വീതി കുറവാണ്, അതാ പ്രശ്നം. അങ്ങോട്ട് മൂടലാണോ മഴക്കാറാണോ അത് തിരിച്ചറിയാൻ പറ്റില്ല, പൊടിയാണോ? കാര്യം ഇത് ഈ സൈഡും അങ്ങോട്ട് ഇതന്നെ ഈ വണ്ടി. ഇവർ ഇങ്ങോട്ട് കയറി വരുന്ന റോങ് സൈഡേ കയറി വന്ന ഈ കാറുകാരല്ല. ഇതല്ലേ അത് കറക്റ്റായിട്ട് ആ സൈഡ് അവിടെ ഒരു ബോർഡും വെച്ച് വണ്ടികൾ അങ്ങനെ വിടുകയാണെങ്കിൽ ഇത്രയും പ്രശ്നം വരികയില്ല. രണ്ട് സൈഡിൽ കൂടെ പോകാൻ വേണമെങ്കിൽ. ഈ സൈഡും കുഴപ്പമില്ലായിരുന്നു. പൊടിയൊന്നും അല്ല, മഴക്കാറാ. അങ്ങോട്ട് നോക്കി, നല്ല മഴക്കാറാണല്ലോ. രാജസ്ഥാന് ഭയങ്കര വലിപ്പമുള്ള ആലിപ്പഴം വീഴുമെന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതെ അതെ, അതെ, കാണാൻ പറ്റുമോ? ആലിപ്പഴം കണ്ടിട്ടില്ലേ? ആലിപ്പഴം നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇവിടുത്തെ കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. ഇവിടെ കിഴങ്ങിന്റെ വലിപ്പമുള്ള സൈസ് ആയിരിക്കും വലിയ നെല്ലിക്കായുടെ കുഴപ്പമുള്ള. അതാ വീഡിയോ ഒക്കെ ഇട്ട് വീഡിയോ കണ്ടിട്ടുണ്ട്. ഷീറ്റയിലൊക്കെ വേണ്ടേ വലിയ നെല്ലിക്കയില്ലേ, ആ വലിപ്പമുള്ള ആലിപ്പഴം വീഴുന്നത്. ഇന്ന് മിക്കവാറും നമുക്ക് കാണാമായിരിക്കും. ചിലപ്പോ അതിന്റെ സാധ്യത ഉണ്ട്. ഇനി അങ്ങോട്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഈ സൈഡ് നമ്മളെ ഈ പോകുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് മഴക്കാർ കൂടുതൽ. പെയ്യുന്ന മഴയൊക്കെ നല്ല ഭയങ്കര മഴയായിരിക്കും പെയ്യുന്നത് ചില സമയത്ത്. അതെ, ഇങ്ങോട്ട് മഴ പെയ്തിട്ടില്ല. പെയ്തു കേട്ടോ, ചെറുതായിട്ട് ചാറിപ്പോയതേ ഉള്ളൂ. അത് ഇടയ്ക്ക് ഒരു ശകലം ഗ്യാപ്പ് കൊടുത്തതാ. നല്ല ചാറിയിട്ടുണ്ട്. സുർസുര, കുച്ചാമൻ 58 കിലോമീറ്റർ. കുച്ചാമൻ സിറ്റി വഴി വേണമെങ്കിൽ നമുക്ക് പോവാം. ഇത് വലിയൊരു ഗോശാലയാണ്. രാജസ്ഥാനിൽ ഇഷ്ടം പോലെ ഗോശാലകളുണ്ട്. ലസ്സിയോ? അത് പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് വണ്ടി ഒതുങ്ങി. അതെ, ഒരു കാര്യം മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുക്കാതിരിക്കുന്ന മോശമല്ലേ. അതെ. ഇനിയിപ്പോ എന്നാ ഇന്നലെ നമ്മൾ ആ വഴിക്ക് ഒതുക്കാൻ നോക്കിയിട്ട് ദാവകൾ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ വന്നു കഴിഞ്ഞപ്പോ നല്ല ദാവകളെല്ലാം കഴിഞ്ഞു പോയി. അത് കഴിഞ്ഞ് പിന്നെ കിട്ടിയത് അത്ര പോരായിരുന്നു. അപ്പൊ അതിലും ഇപ്പൊ കണ്ട കട കുഴപ്പമില്ല. എന്നാ പിന്നെ അത് മേടിച്ചു കൊടുത്തിട്ട് അങ്ങ് പോവാണേ. മുന്നോട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് അറിയത്തില്ല. പിന്നെ ഇതാണ്ടാ 2-3 പേര് വരുന്നേ. അതെ, നേരെ വരുന്നു. മഴയത്ത് ട്രാക്ടറിൽ അവർ നനഞ്ഞു പോകുന്നു. ഇവിടെ എപ്പോഴും ചൂടായതുകൊണ്ടേ ശരിക്കും തണുപ്പ് ഇവർക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എപ്പോഴും നല്ല ചൂടല്ലേ. അപ്പോഴേ ഇവിടെ നോക്കിയിട്ട് ലസ്സി ഇല്ല. അപ്പോൾ നമുക്ക് അടുത്ത കടയിൽ പോകാം. മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാൻ സ്പെഷ്യൽ വല്ലതും വേണോ? കച്ചോരിയൊക്കെ കാണും. കച്ചോരിയോ? കച്ചോരി കഴിക്കുന്നോ? എനിക്ക് വേണ്ട. വേണ്ടേ? ഒരെണ്ണം മേടിച്ചാൽ നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. വേറെ ഉള്ളതെന്നോട് നോക്കാം. ഇത് ഇവിടുത്തെ സ്വീറ്റാ, ഒരു പേടയൊക്കെ പോലത്തെ ഒരു സ്വീറ്റാ. കലാഖണ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള. ചൂടാണ്, ചെറിയ മധുരമൊക്കെ ഉണ്ട്. ചെറിയല്ല, നല്ല മധുരമല്ലേ? അല്ല, ഓവർ മധുരം എനിക്ക് തോന്നുന്നില്ല. ചെറിയ മിൽക്ക് മെയ്ഡ് ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ടൈപ്പ്. മൺ ഗ്ലാസിനകത്ത് ലസ്സി, അതിനകത്ത് ബദാമൊക്കെ ഇട്ടിട്ടുണ്ട്. ബദാമല്ല, നട്ട്സും ഗ്രേപ്സും. ഇത് കച്ചോരി.
എനിക്ക് പിന്നെ ഇങ്ങനെയുള്ള സാധനമൊന്നും വലിയ താല്പര്യമില്ല. നിങ്ങൾ രണ്ടുപേരും ഫുഡ് നോക്കിട്ട് പറയാം. അതെ അതെ, ഞാനിത് ഞങ്ങൾ ഒരു തവണ ഇവിടെ പോയപ്പോൾ കഴിച്ച അജ്മീർ ആയിരുന്നു തോന്നുന്നു. അജ്മീർ വന്നപ്പോൾ കഴിച്ച ഇത് അങ്ങനെ എന്നോട് ചോദിക്കരുത്. ഞാൻ അവിടെ സമൂസ ഇട്ടിട്ടായിരുന്നു. സമൂസ പൊടിച്ചിട്ട് അതിൻ്റെ പൊക്കത്ത് ഗ്രീൻ ചട്നിയും തൈരൂടെ ഒഴിച്ചാൽ തന്നോണ്ടിരുന്നത്. ഇവിടെ വേറെ സ്വീറ്റ് ഒഴിച്ചായിരുന്നു. നല്ലതാണോ? ഇതേ കടി കച്ചോരിയാ ഈ സാധനം. മറ്റേ ഇങ്ങനെ വട്ടത്തിരിക്കുന്ന സാധനം, ഈ ബജി അല്ല ബജി അല്ല, ബണ്ണ് പോലെയൊക്കെ. ബണ്ണല്ല, മറ്റേ നമ്മുടെ ബൺസ് പോലെ ഇരിക്കുന്ന സാധനം. അതായത് അത് പൊടിച്ചിട്ടേക്കുന്ന അതിനകത്ത്. ലസ്സി നല്ല അടിപൊളി ലസ്സിയാ. നല്ല ലസ്സിയാ, സൂപ്പർ ലസ്സി. ഇതെല്ലാം വെജ് കടകളാണ് മൊത്തം. നോൺ വെജ് വളരെ റയറായിട്ടേ കിട്ടുള്ളൂ. നോൺ വെജ് ഒക്കെ കുറവല്ലേ ഇവിടെ? വളരെ കുറവാണ്. അതെ, ഒരു ഒട്ടകവണ്ടി. മഴയൊക്കെ പെയ്തത് ഇവിടെയൊക്കെ നല്ല പച്ചപ്പായി. മഴ പെയ്ത എല്ലായിടം കാണാൻ എന്ത് രസമല്ലേ? മലയെല്ലാം കോടമഞ്ഞിറങ്ങി മൂടി. ഇതേ മയിൽ നിൽക്കുന്നുണ്ടോ? ഒരാളേ ഉള്ളൂ, പെടയാ. ഇവിടെ എന്തോ പരിപാടി നടക്കുന്ന എന്താ? അതൊന്നല്ല, അവിടെ എന്തോ പരിപാടി. എന്നാ തിരംഗ യാത്ര. എന്താണെങ്കിലും രാജസ്ഥാനിലെ ചൂടൊക്കെ പോയി, നല്ല മഴയും തണുപ്പും ഒക്കെ ആയി, മഞ്ഞും ഒക്കെ ആയി. അതെ. അപ്പോൾ രാജസ്ഥാനിലോട്ടുള്ള ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. രാജസ്ഥാനിലോട്ടുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം.